പഴയകാല ശാന്തതയും ഇന്നത്തെ ഡിജിറ്റൽ വ്യാപ്തിയും ഒരു കാലഘട്ടത്തിന്റെ പ്രതിബിംബനം. 1990കളിൽ ജീവിതം ശാന്തവും സമാധാനപരവുമായിരുന്നു. പുതുമകളില്ലാത്ത സൗന്ദര്യം എന്നത് ഓരോ ദിവസവും പഴയത് തന്നെയായിരുന്നാലും അതിനുള്ളിൽ ഒരു ലാളിത്യാന സംതൃപ്തി ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ത്വരിതമായ വിവരവിനിമയ മാർഗങ്ങളില്ലാത്ത ആ കാലഘട്ടം ഒട്ടും വെറുതെയായിരുന്നില്ല, മറിച്ച് കൂടുതൽ പുതുമകളില്ലാത്ത സൗന്ദര്യവും പ്രതീക്ഷകളില്ലാത്ത സംതൃപ്തിയുള്ള, സമ്മർദ്ദമില്ലാത്ത ഹൃദയത്തിൽ ശാന്തതയോട് കൂടിയ സാമൂഹിക ഭംഗിയുള്ള കാലം. ആ കാലത്ത് ആളുകൾക്ക് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. കുടുംബത്തിനും കൂട്ടായ്മകൾക്കും അവധിക്കാല കാഴ്ചപ്പാടുകൾക്കും. രാത്രി ഭക്ഷണത്തിന് ശേഷം കുടുംബം ഒത്തുനിൽക്കുന്ന റോഡരികിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ആഘോഷങ്ങളിലോ ആഘാതങ്ങളിലോ ഒന്നിച്ച് നേരിടുന്ന ഒരു നിലപാട് നിലനിന്നിരുന്നു. സന്ദർശനങ്ങൾ മുഖാമുഖം, സന്ദേശങ്ങൾ കത്ത് വഴിയായിരുന്നു. സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും ഭാഷ അത്ര ശുദ്ധമായിരുന്നു. വിവാദങ്ങൾ പോലും നേരിട്ട് മുഖാമുഖം പരിഹരിക്കാൻ ആളുകൾക്ക് ധൈര്യവും ക്ഷമയും ഉണ്ടായിരുന്നു. വേറിട്ട ജീവിതാനുഭവങ്ങൾ ആസ്വദിക്കാനും സമയത്തോടൊപ്പം ജീവിക്കാനും കഴിയുന്ന അന്തരീക്ഷം. ഇന്ന് മൊബൈൽ അടിസ്ഥാനമാക്കിയ സാമൂഹിക വ്യതിയാനങ്ങൾ. ഇന്നത്തെ തലമുറ ആധികാരികമായി ഡിജിറ്റൽ കൂട്ടായ്മയുടെ പാരമ്പര്യത്തിലാണ്. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വഴി മനുഷ്യബന്ധങ്ങൾ വളരുന്നില്ല, മറിച്ച് മാറി നിൽക്കുന്നു. വീട്ടിൽ 3 പേർ ഒരേ മുറിയിൽ ഇരുന്ന് ഓരോരുത്തരും ഓരോ മൊബൈലിലായി സ്വയം പിഴുതു നിൽക്കുന്ന കാഴ്ചയാണ് പതിവ്. മനസ്സ് നിറയെ വിവരങ്ങളും ജീവിതം നിറയെ ഉപമാനങ്ങളുമായി ആളുകൾ തങ്ങളുടെ ജീവിതം മറന്നു പോകുന്നു. മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു. സഹജീവിതം സ്റ്റാറ്റസായും റീൽസായും ഒതുങ്ങുന്നു. മറ്റുള്ളവരുടെ ജീവിതവുമായി തലച്ചൊറിയുന്ന മത്സരം ഹരമായി മാറുന്നു. അന്തസ്സുള്ള ബന്ധങ്ങൾക്കുള്ള ഇടം കുറഞ്ഞിരിക്കുന്നു. വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം പഴയ കാലത്തേക്കാൾ കുതിച്ചുയർന്നിരിക്കുന്നു. കാരണം എല്ലാം താരതമ്യമാണ്. മറ്റൊരാളുടെ ലൈഫ് സ്റ്റൈൽ, അവധി ദിവസങ്ങൾ, വണ്ടികൾ, ഫോൺ മോഡലുകൾ, പേര്, പ്രശസ്തി എല്ലാം ഒറ്റ ദൃശ്യത്തിലൂടെ മനസ്സിൽ പടരുന്നു. ഇത് തന്നെയാണ് മാനസിക സമ്മർദ്ദം. ഇതാണ് ഇന്നത്തെ തലമുറയെ വലഞ്ഞു മുറുക്കി രോഗിയാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ നേർക്കാഴ്ചകളെ നമുക്ക് നിരാകരിക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ ദോഷഫലങ്ങൾ മനസ്സിലാക്കി പഴയ കാലത്തിന്റെ സ്നേഹപരമായ സഹകരണപരമായ ജീവിതം നമുക്ക് വീണ്ടും കണ്ടെത്താനാവും. പഴയകാലം തർക്കങ്ങളില്ലാത്തതുകൊണ്ടല്ല മനോഹരമായിരുന്നത്, വ്യക്തികൾക്ക് ആ മനോഹാരിതയെ സംരക്ഷിക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ്. ആ മനസ്സിലേക്ക് തിരിച്ചുപോകാനുള്ള അവസരം ഇപ്പോഴും നമുക്കുണ്ടെന്ന് ഓർക്കുക. തയ്യാറാക്കിയത് മുനീർ ഇട്ടിയം, ന്യൂ ബേവിഞ്ച, ബ്രിഡ്ജ് മീഡിയ.